ഹായ് ക്രിയേറ്റേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്. യൂട്യൂബിൽ ലേറ്റസ്റ്റ് ആയിട്ടൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോയിൽ നമുക്ക് പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവർക്കത് വാങ്ങിക്കാൻ കഴിയുമെന്നുള്ളത്. അപ്പോൾ ഒരുപാട് പേര് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നുണ്ട്, വരുമാനവും നേടുന്നുണ്ട്. നമ്മൾ അതിൻ്റെ എക്സാമ്പിൾ സഹിതം കാണിച്ചിട്ടുണ്ടായിരുന്നു വരുമാനം വന്നതും ഡോളർ അപ്ഡേറ്റ് ആയതും എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്, ഇങ്ങനെ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പലർക്കും മെയിൽ വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുന്നത് ശരിയായ രീതിയിലല്ല, നിങ്ങൾ റൂൾ വയലേഷൻ നടത്തുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഈ ഒരു ടൂള് ഞങ്ങൾ എടുത്ത് കളയുകയാണ്. ചിലർക്ക് വാണിംഗ് ആണ്, ഇനിയും നിങ്ങളിത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എടുത്ത് കളയും എന്നുള്ള രീതിയിലൊക്കെ മെയിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന് വന്നതാണ്. അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ വീഡിയോയിൽ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് വെക്കുമ്പോൾ യൂട്യൂബിൽ നമ്മൾ ആ ഒരു വീഡിയോയിൽ പറയാത്ത പ്രൊഡക്റ്റ് വരെ നമുക്ക് ടാഗ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ യൂട്യൂബിൽ എന്ത് അപ്ഡേറ്റ് വന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ വ്യൂവേഴ്സിൻ്റെ ഒരു താല്പര്യം യൂട്യൂബ് എപ്പോഴും സംരക്ഷിക്കുന്നുണ്ടായിരിക്കും. അത് ഏത് അപ്ഡേറ്റ്, ഇപ്പോൾ കോപ്പ ആക്ട്, ചിൽഡ്രൻസ് ഓൺലൈൻ പ്രൈവസി ആക്ട് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ആൾട്ടേഡ് കണ്ടന്റ്, നമ്മളൊരു വീഡിയോ ചെയ്തത് ഫേക്ക് ആണോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആൾട്രേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കണം എന്നുള്ളത്. അതായത് നമ്മുടെ വ്യൂവേഴ്സിന് അത് മനസ്സിലാവണം ഇത് ഒറിജിനൽ അല്ല എന്നുള്ളത്. പെയ്ഡ് പ്രൊമോഷൻ, നമ്മൾ ക്യാഷ് വാങ്ങിയിട്ടൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ലത് പറയുകയാണെങ്കിൽ അത് പെയ്ഡ് എന്നുള്ളത് ടിക്കറ്റ് കൊടുക്കണം, കാരണം നമ്മളെ വ്യൂവർ തെറ്റിദ്ധരിക്കപ്പെടരുത്. അപ്പോൾ അത്രത്തോളം യൂട്യൂബ് നമ്മുടെ വ്യൂവേഴ്സിൻ്റെ താല്പര്യത്തെ സംരക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് വെക്കുമ്പോൾ, നമ്മൾ വീഡിയോയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരുപാട് പ്രൊഡക്റ്റുകൾ വന്ന് ടാഗ് ചെയ്ത് വെക്കുമ്പോൾ യൂട്യൂബ് അത് ഒരു മിസ്ലീഡിങ് ആയിട്ടാണ് കണക്കാക്കുന്നത്. കാരണം യൂട്യൂബിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഈ ഒരു ടൂൾ തന്നിട്ടുള്ളത് നമ്മുടെ വീഡിയോയിലൂടെ നമുക്ക് നമ്മുടെ ഈ ഒരു സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ കഴിയും. പക്ഷെ അത് ഇൻക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ കസ്റ്റമർ അല്ലെങ്കിൽ നമ്മുടെ വ്യൂവർക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ ആ ഒരു വീഡിയോയിലൂടെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ സെയിൽ കൂടും. അപ്പോൾ നിങ്ങൾക്ക് കമ്മീഷൻ ലഭിക്കുന്നു, പകരം നമ്മുടെ വ്യൂവേഴ്സിന് ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ ധാരണയും അത് വാങ്ങാനുള്ള ഒരു സൗകര്യവും സംഭവിക്കുന്നു. ഇവിടെ രണ്ടുപേരും ഹാപ്പിയാണ്. പക്ഷേ ഈ പലരും എന്താണ് ചെയ്യുന്നത്, നമ്മളുടെ ചാനലുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത മിക്സഡ് ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ അങ്ങ് കമ്മീഷനൊക്കെ നോക്കിയിട്ട് നല്ല കമ്മീഷൻ കിട്ടുന്നത് ഇങ്ങനെ ടാഗ് ചെയ്ത് പോവുകയാണ്. അത് യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം അത് ശരിയല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ഒരു റീസൺ പറഞ്ഞിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ ഈ ഒരു പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുന്ന ഓപ്ഷൻ യൂട്യൂബ് റിമൂവ് ചെയ്തിട്ടുണ്ട്. പലർക്കും ഇത് വാണിംഗ് മെയിലും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മളെപ്പോഴും ഇത് ശരിയായ രീതിയിൽ യൂസ് ചെയ്യാനാണ് യൂട്യൂബ് പറയുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്യുമ്പോൾ അത് സെയിൽ ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ നമുക്ക് കമ്മീഷൻ കൂടുതൽ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. നമ്മൾ സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്ക് അതിനെക്കുറിച്ച് മനസ്സിലാകും എന്നുള്ളതാണ്. അപ്പോൾ അത് കീപ്പ് ചെയ്തിട്ട് പോകണം എന്നുള്ളതാണ്. അതല്ലാതെ നമ്മൾ ഒരുപാട് മിക്സഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ചെയ്ത് നമ്മുടെ വ്യൂവേഴ്സിനെ കൺഫ്യൂഷൻ ആക്കരുത്. വെറുതെ സെയിൽ കൂട്ടണം എന്നുള്ള രീതിയിൽ യൂട്യൂബിനെ നമ്മൾ കാണരുത് എന്നുള്ളത് പ്രത്യേകം പറയാണ്. യൂട്യൂബ് ഒരു വീഡിയോ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഒരു ബന്ധമില്ലാത്ത ഒരുപാട് മിക്സഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്യാതിരിക്കുക. ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി നമുക്ക് ഉപയോഗിച്ച് നല്ലതല്ലാത്ത പ്രൊഡക്റ്റുകളൊന്നും നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് എന്നുള്ളത്. അത് ഞാനിങ്ങനെ റൂൾ വയലേഷൻ എന്നുള്ള രീതിയിലല്ല, നമ്മുടെ ഒരു ക്രെഡിബിലിറ്റി ആണ് നമ്മളവിടെ സെയിലിന് വെക്കുന്നത്. അപ്പോൾ നമ്മളൊരു നല്ല പ്രൊഡക്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മളിത് ടാഗ് ചെയ്ത് വെക്കുമ്പോൾ നമ്മളെ വിശ്വസിച്ചാണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് അത് വാങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് നേരെ ഓപ്പോസിറ്റ് റിസൾട്ടാണ് ലഭിക്കുന്നത് എങ്കിൽ അവർക്ക് നമ്മളോടുള്ളൊരു വിശ്വാസ്യത പോവാൻ ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ അതുകൂടി പരിഗണിക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, അത് പരിഗണിക്കാതെ നമ്മളിങ്ങനെ ടാഗ് ചെയ്ത് വെക്കുമ്പോൾ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളും വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഇങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.